നമസ്കാരം. കർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സ്കോഡ കൈലാക്കിൻ്റെ നാഷണൽ മീഡിയ ഡ്രൈവ് ഗോവയിൽ വെച്ച് നടക്കുകയാണ്. വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡായ സ്കോഡ 1895 തുടങ്ങുന്നത്. 130 വർഷത്തെ ലെഗസിയാണ് ഈ ബ്രാൻഡിന് പറയാനുള്ളത്. 1999 സ്കോഡ ഓട്ടോ ഇന്ത്യ തുടങ്ങുന്നത്. ഇവിടെ എത്തിയിട്ട് 25 വർഷമായി. സ്കോഡ ഓട്ടോയുടെ 3 വാഹനങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അതായത് സ്കോഡ കോഡിയാക്, സ്കോഡ കുഷാക്, അതുപോലെ തന്നെ സ്കോഡ സ്ലാവിയ. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സബ് കോമ്പാക്ട് SUV, അതായത് 4 മീറ്ററിന് തൊട്ട് താഴെയുള്ള സബ് കോമ്പാക്ട് സെഗ്മെൻറ്റിലേക്ക് വരുന്ന വാഹനമാണ് അവരുടെ സ്കോഡ കൈലാക്. ശരിക്കും MQB AOIN പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ 2.0യുടെ പ്ലാനിൻ്റെ ഭാഗമായി എത്തുന്ന 3ാമത്തെ വാഹനമാണ് സ്കോഡ കൈലാക്. സ്കോഡ കൈലാക്കിന് എന്താണ് ഇത്രയധികം പ്രത്യേകതയെന്ന് പറഞ്ഞാൽ, യൂറോപ്യൻ ടെക്നോളജിയിൽ അഫോർഡബിൾ വിലയിൽ ഇന്ത്യൻ റോഡുകളിലേക്ക് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അവർ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കടുത്ത മത്സരമാണ് സബ് കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ. മൊത്തം വാഹനത്തിൻ്റെ സെയിൽസിൻ്റെ 60% നേടുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലാണ്. അതായത് ഇന്ത്യക്കാർക്ക് ഒരു SUV വേണമെങ്കിൽ, കയ്യിലൊതുങ്ങുന്ന ഒരു വാഹനം വേണമെങ്കിൽ, അവർക്ക് SUV വേണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 4 മീറ്ററിന് തൊട്ട് താഴെയുള്ള വാഹനത്തിനോട് കടുത്ത പ്രിയമാണുള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരമാണ് ഈ സെഗ്മെൻറ്റിലേക്ക്. ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടി സ്കോഡ കൈലാക്കിൻ്റെ വരവ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കോഡ കൈലാക് മത്സരിക്കുന്നത് ആരോടൊക്കെയാണ്? മികച്ച ബ്രാൻഡുകളുടെ എല്ലാം വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിലുണ്ട്. അവിടേക്കാണ് സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ സ്കോഡ കൈലാക് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഡയറക്റ്റ് റൈവൽസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഹ്യുണ്ടായി വെന്യൂ, എക്സ്റ്റർ, അതുപോലെ തന്നെ കിയ സോണറ്റ്, മാരുതിയുടെ ഫ്രോൺസ്, ബ്രസ, ടൊയോട്ട ടൈസർ, ടാറ്റ പഞ്ച്, മഹീന്ദ്ര XUV 3XO, റെനോ കൈഗർ, ടാറ്റ നെക്സോൺ, ഇങ്ങനെ നീണ്ട നിരയാണ് മത്സരിക്കാൻ എത്തുന്ന വാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഒരുപാട് ചോയ്സാണ്. അപ്പോൾ ചോയ്സ് ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തങ്ങളുടെ വാഹനം ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ സ്കോഡ ഓട്ടോ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. പൂനെയിലെ ചക്കാനിൽ നിർമ്മിക്കുന്ന സ്കോഡ കൈലാക്കിൻ്റെ വരവോടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയതോടുകൂടി 2024 3 ഇരട്ടി വളർച്ചയാണ്, അല്ലെങ്കിൽ സെയിൽസിൻ്റെ ബുക്കിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിൽ സ്കോഡ ഓട്ടോ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. കൈലാക്കിൻ്റെ വരവിനെ വളരെ പ്രതീക്ഷയോടെയാണ് നിർമ്മാതാക്കൾ കാണുന്നത്. എ ന്യൂ ഇറ ഫോർ സ്കോഡ ഇൻ ഇന്ത്യ എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്കോഡ ഇന്ത്യ, സ്കോഡ കൈലാക് ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. 4 കാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഹൈലൈറ്റ് കൊടുത്തുകൊണ്ടാണ് ഈ വാഹനം അവർ ഇറക്കിയത്. അതിൽ ഒന്നാമത്തത് കംഫർട്ട് ആൻഡ് ക്വാളിറ്റി, രണ്ടാമത്തത് വാല്യൂ ഫോർ മണി, മൂന്നാമത്തത് സേഫ്റ്റി ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഗ്ലോബൽ ഡിസൈൻ ലാംഗ്വേജ്. ഈ 4 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടുതലായി കൊടുത്തത് കൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വാഹനം എത്രത്തോളം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, എത്ര മനോഹരമാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്നൊക്കെയുള്ളത്. ഒരു വിദേശ നിർമ്മിത വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന വലിയ ഒരു സംശയം അല്ലെങ്കിൽ ആശങ്ക, ഈ വാഹന നിർമ്മാതാക്കൾക്ക് എത്ര സെയിൽസ് പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സർവീസ് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും 272 സർവീസ് പോയിന്റുകളാണ് സ്കോഡ ഓട്ടോ ഇന്ത്യക്ക് 2024 ഇത് അവർ 350 ആയി വർദ്ധിപ്പിക്കുകയാണ്. സ്കോഡ കൈലാക്കിന്റെ പ്രാരംഭ വില 7.89 ലക്ഷമാണ്. ശരിക്കും ക്ലാസിക് എന്ന് പറയുന്ന ഈ വേരിയന്റിലെത്ത് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ വാഹനം എത്തുന്നുള്ളൂ. 4 വേരിയന്റുകളിലാണ് വാഹനം എത്തുന്നത്. ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ്, അതുപോലെ തന്നെ പ്രസ്റ്റീജ്. ഈ വാഹനത്തിന്റെ ബാക്കി എല്ലാ വേരിയന്റുകൾക്കും മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഓടിക്കാൻ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഉയർന്ന വേരിയൻ്റ് ആയിട്ടുള്ള പ്രസ്റ്റീജിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. ഇന്ന് 2 വാഹനങ്ങളും നമ്മൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. അഡ്വാൻസ്ഡ്
TSI 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനിലാണ് സ്കോഡ കൈലാക് എത്തുന്നത്. ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ 85 കിലോ വാട്ടാണ്. 5000 മുതൽ 5500 RPM വരെ ഉള്ള കണക്കിലാണ് 85 കിലോ വാട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോർക്ക് 178 ന്യൂട്ടൺ മീറ്ററാണ്. 1750 മുതൽ 4500 RPM വരെയാണ് ഈ ഒരു ടോർക്ക് ലഭ്യമാകുക. ഉയർന്ന ഇന്ധനക്ഷമതയും ബെറ്റർ എമിഷൻ കൺട്രോളുമാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത 19.68 കിലോമീറ്ററാണ്. അതുപോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത 19.05 ആണ്. ഇത് ARAI സർട്ടിഫൈഡ് മൈലേജ് ആണ് പറഞ്ഞത്. വാഹനം നമ്മൾ പൂർണ്ണമായിട്ടും ഓടിച്ചു നോക്കിയിട്ടില്ല. ഓടിച്ച ശേഷം അപ്രോക്സിമേറ്റ് എത്ര ഫ്യൂവൽ എഫിഷ്യൻസി ഓരോ വാഹനത്തിനും കിട്ടും എന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ അവസാനം സൂചിപ്പിക്കുന്നതായിരിക്കും. ഒറ്റ കാഴ്ചയിൽ തന്നെ സ്കോഡ കൈലാക്കിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്കോഡ വാഹനങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഗ്ലോബൽ ഡിസൈൻ ലാംഗ്വേജ് എന്നാണ് നിർമ്മാതാക്കൾ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും മുൻകാഴ്ച വളരെ ഇംപ്രസീവാണ്. സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ മോണ്ടി കാർലോ വാഹനങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ അവർ കഴിയുന്നത്ര ക്രോം എലിമെൻറ്റ് ഒഴിവാക്കി ബ്ലാക്കിൻ്റെ ഒരു സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടാണ് ബട്ടർഫ്ലൈ ഗ്രില്ലിനെ അവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 3D എഫക്റ്റുള്ള റിബ്സോട് കൂടിയിട്ടാണ് ഷൈനി ബ്ലാക്ക് ഗ്രിൽ എത്തിയിരിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ഔട്ടർ ഇതിലേക്ക് ഒരു ബ്ലാക്ക് എലിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. സ്കോഡയുടെ സിഗ്നേച്ചർ എലിമെൻ്റ് ആയിട്ടുള്ള LED ക്രിസ്റ്റലൈൻ ഹെഡ് ലാമ്പുകളും അതുപോലെ തന്നെ ഫോഗ് ലൈറ്റും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാം. മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ലോവർ ബമ്പറാണ്. ശരിക്കും മസ്കുലാർ ഫീലുള്ള ഒരു ലോവർ ബമ്പറാണ് ഇവിടെ കാണുന്നത്. ഇതിന് ശരിക്കും ഒരു അലൂമിനിയം ഒപ്റ്റിക് എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. റിയറിലും നമുക്ക് ഇതേ കാഴ്ച തന്നെ കാണാം. മുൻകാഴ്ച തീർച്ചയായിട്ടും ഭംഗിയുള്ളതാണെന്ന് തന്നെ പറയുന്നു. കരുത്തനായ ഒരു SUV എന്ന തോന്നൽ ഉണ്ടാക്കാൻ ഈ ഒരു മസ്കുലാർ ബമ്പറിന് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ ബോണറ്റ്. ബോണറ്റിലേക്ക് ഒരുപാട് ക്യാരക്ടർ ലൈനുകൾ വന്നിട്ടുണ്ട്, മടക്കുകൾ, ഒടിവുകൾ. അതൊക്കെ തന്നെ വാഹനത്തിൻ്റെ ഒരു മസ്കുലാർ ഫീലിനെ ഒരുപാട് സഹായം ചെയ്യുന്നു. സ്കോഡയുടെ ലോഗോ ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. മുൻകാഴ്ച തീർച്ചയായിട്ടും ഇംപ്രസീവ് ആണെന്ന് പറയുന്നു. സ്ലീക്കായിട്ടുള്ള LED ക്രിസ്റ്റലൈൻ ഹെഡ്ലൈറ്റുകളാണ് ഇവിടെയെല്ലാം കാണുന്നത്. കോർണറിംഗ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഫോഗ് ലാമ്പാണ് വാഹനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്കോഡ കൈലാക്കിൻ്റെ സൈഡ് പ്രൊഫൈലിൽ 17 ഇഞ്ച് അലോയ് വീലാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ORVMൻ്റെ ലോവർ പോർഷൻ ബ്ലാക്ക് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽ കൊടുത്ത് വാഹനത്തെ കുറേ കൂടി സ്പോർട്ടി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസിലേക്ക് ക്രോം എലിമെൻറ്റ് വരുന്നുണ്ട്. വിൻഡോ ലൈനൊക്കെ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലെ മറ്റൊരു പ്രത്യേകത ഹെക്സഗൺ പാറ്റേണിലുള്ള ഡോർ സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ വീതിയേറിയ ഡോർ സില്ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു കോമ്പാക്റ്റ് SUV ആണ്. ഏത് റോഡുകളിലൂടെ പോയാലും ശരിക്കും സ്ക്രാച്ചുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരാതിരിക്കാൻ ഈ വീതിയേറിയ സൈഡ് സിൽ ഇവിടെ ഒരു ഹെക്സഗൺ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സഹായിക്കുന്നു. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിനെ കൂടുതൽ ബോൾഡായി തോന്നിക്കാനും ഈ ഒരു ബ്ലാക്ക് എലിമെൻറ്റ് സഹായിക്കുന്നു. ഇനി ഇതിൻ്റെ റിയർ കാഴ്ചയിലേക്ക് പോകാം. റിയർ കാഴ്ചയിലേക്ക് പറയുമ്പോൾ നമ്മൾ മുന്നിൽ കണ്ടതുപോലെ സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ സിഗ്നേച്ചർ എലിമെൻ്റായ ക്രിസ്റ്റലൈൻ LED റിയർ ലൈറ്റുകളാണ് ഇവിടെയും കാണുന്നത്. സ്കോഡ എന്നുള്ള വേർഡ് മാർക്ക്, അതായത് സ്കോഡ വാഹനങ്ങളിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എഴുത്ത് സ്കോഡ കൈലാക്കിലാണ് അവർ ആദ്യം കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ കൈലാക്ക് എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിട്ടുണ്ട്. അലൂമിനിയം ഒപ്റ്റിക്കിലുള്ള ലോവർ ബമ്പർ ഇവിടെയായിട്ടും കാണാം. അതുപോലെ തന്നെ സെൻസസ് ഇവിടെയായിട്ടും കാണാം. സ്പോയിലർ ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു സ്പോർട്ടി ലുക്ക് സ്കോഡ കൈലാക്കിന് നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നു. സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ കണക്കാണ് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ സ്കോഡ കൈലാക്കിന് അവകാശപ്പെടാനുള്ളത്. 446 ലിറ്റർ ബൂട്ട് സ്പേസാണ് സ്കോഡ കൈലാക്കിനുള്ളത്. നോക്കുക എത്ര വലിയൊരു ബൂട്ട് സ്പേസ് ആണ് എന്നുള്ളത്. ഇപ്പം നമ്മളുടെ ലഗേജുകളെല്ലാം തന്നെ നമ്മളിവിടെ വെച്ചിരിക്കുന്നു. ഇനിയും കുറേ സാധനങ്ങൾ കൂടി ഇതിനകത്തേക്ക് വെക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫാമിലിക്ക് ദീർഘദൂര യാത്രയ്ക്കൊക്കെ പോകണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ലഗേജുകളെല്ലാം തന്നെ ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇനിയും അതിലേറെ സാധനങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് റോ 60/40 സ്പ്ലിറ്റിംഗ് സാധ്യമാണ്. 1265 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ആ ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുക. സ്കോഡ ഓട്ടോ ഇന്ത്യ എല്ലാ വാഹനങ്ങളുടെ കാര്യത്തിലും പറയുന്ന ഒരു കാര്യമാണ് സിംപ്ലി ക്ലവർ ഐഡിയാസ്. എങ്ങനെ ഇൻറ്റീരിയർ സ്പേസിനെ കൺവീനിയൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കണം, എങ്ങനെ ബ്രില്യൻ്റ് ആയിട്ട് ഓരോ സ്പേസും യൂട്ടിലൈസ് ചെയ്യണം എന്ന് സ്കോഡ ഓട്ടോ ഇന്ത്യ കണ്ടുപിടിക്കണം എന്ന് തോന്നും. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് എത്തുമ്പോൾ അത്തരത്തിൽ ഒരുപാട് സ്പേസ് കാണാം. എന്തായാലും ബൂട്ട് സ്പേസിൽ അവർ 3 കിലോ
ഭാരം വരെ വഹിക്കാവുന്ന 2 ഹൂക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ശരിക്കും 6 കിലോ അത്തരത്തിൽ നമുക്ക് ഇതിൽ തൂക്കിയിടാം. അതൊരു നല്ല കാര്യമായിട്ട് തന്നെ പറയുന്നു. ശരിക്കും 446 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ കാണുന്നത്. ലഗേജ് ഇല്ലാത്ത ഒരു വ്യൂ ആണ് കാണുന്നത്. ഇതിന് തൊട്ട് താഴെയായിട്ട് അവർ സ്പെയർ വീൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നീറ്റായിട്ട് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നു. ഉയർന്ന സ്റ്റാൻസ് ആണ് എല്ലാ SUV-കൾക്കെന്നും നമുക്കറിയാം. ബൂട്ടൊക്കെ ഓപ്പൺ ചെയ്താൽ അത് ക്ലോസ് ചെയ്യുക എന്നുള്ളത് അത്ര നീളം കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസിയുള്ള ഒരു കാര്യമല്ല. ശരിക്കും നമുക്ക് കീ വഴിയൊന്നും ഇത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നിർമ്മാതാക്കൾ അതിനൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. എന്നെപ്പോലെ നീളം കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു പ്രൊവിഷൻ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. 4 മീറ്ററിന് തൊട്ട് താഴെയുള്ള വാഹനങ്ങളെയാണ് സബ് 4 മീറ്റർ സെഗ്മെൻറ്റിലെ SUV-കൾ എന്ന് നമ്മൾ പറയുന്നത്. സ്കോഡ കൈലാക്കിൻ്റെ നീളം അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 3995 mm ആണ്. വാഹനത്തിൻ്റെ പൊക്കം 1619 mm ആണ്. ഇതിൻ്റെ വീതി 1783 mm ആണ്. വാഹനത്തിൻ്റെ വീൽ ബേസ് 2566 mm ആണ്. ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് 189 mm ആണ്. വാഹനം നമ്മൾ ഒരുപാട് കുണ്ടിലും കുഴിയിലൂടെയും ഒക്കെ കയറ്റിയിറങ്ങി മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സ്കോഡ കൈലാക്കിന്. ഇപ്പോൾ തന്നെ ഒരുപാട് കുന്നുകൾ താണ്ടി വളരെ ദുഃഖടമായിട്ടുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ചിട്ടാണ് ശരിക്കും സദേൺ ഗോവയുടെ ഒരു ഭാഗത്ത് ഒരു മലയുടെയൊക്കെ ഒരു മുകളിലായിട്ട് നമ്മൾ കയറി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ശരിക്കും മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സ്കോഡ കൈലാക്കിന് എന്ന് പറയാം. മികച്ച ഒരു SUV ആയിട്ട് അതുകൊണ്ട് തന്നെ ഇതിനെ കാണാം. നമുക്കിപ്പോൾ കിട്ടിയത് ഓട്ടോമാറ്റിക് പതിപ്പിലുള്ള വാഹനമാണ് ആദ്യം നമ്മൾ ഓടിച്ചത്. വളരെ മികച്ച ഒരു പെർഫോമൻസ് ആണ് വാഹനം കാഴ്ചവെക്കുന്നത്. യാതൊരു മടുപ്പുമില്ലാതെ തന്നെയാണ് ശരിക്കും ഈ വാഹനം കുന്നുകളൊക്കെ കയറി ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഒരുപാട് ഗുണം ചെയ്തു. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത്രയും ഉയരത്തിലേക്ക് പോകുമ്പോൾ ഈ വാഹനത്തിൽ സേഫ്റ്റി ഫീച്ചറായിട്ടുള്ള ഹിൽ ഹോൾഡ് കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും എനിക്ക് റോളിംഗ് ബാക്ക് ഫീൽ വന്നിട്ടില്ല. ഇളകി കിടക്കുന്ന മണ്ണിലൂടെ താഴ്ചയിലും പൊക്കത്തിലൂടെ ഒക്കെ തന്നെ അതായത് ശരിക്കും ഒരു റഫ് റോഡിലൂടെ ഉള്ള ഒരു റൈഡായിരുന്നു ഈ ഒരു ഉയർത്തുന്ന ഈ ഒരു പ്രദേശത്തേക്കുള്ളത്. എന്തായാലും മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസും മികച്ച ഒരു പെർഫോമൻസും ഒക്കെയാണ് രാവിലത്തെ ആ ഒരു ചെറിയ ഡ്രൈവിൽ നമുക്ക് ലഭിച്ചത്. 7,89,000 രൂപ പ്രാരംഭ വിലയിൽ കിട്ടുന്ന വാഹനത്തിൻ്റെ ഏറ്റവും ഉയർന്ന പതിപ്പെന്ന് പറഞ്ഞാൽ പ്രസ്റ്റീജ് പ്ലസ് ആണ്. നമ്മളിപ്പോൾ ഈ ഓടിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റായ പ്രസ്റ്റീജ് പ്ലസ് ആണ്. ഇതിൻ്റെ വിലയാണ് 14,40,000 രൂപ. 14,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഈ വാഹനം എന്ന് പറഞ്ഞാൽ വെൽ പാക്ഡ് ആണ്. ഈ ഒരു സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ട് ഇതിനകത്തേക്ക് 8 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും സീറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൺറൂഫ് വന്നിട്ടുണ്ട്. വയർലെസ് ചാർജിങ് സൗകര്യം വന്നിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ 25-ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. സീംലെസ് ഡ്രൈവിംഗ് അനുഭവമാണ് ശരിക്കും സ്കോഡ കൈലാക്കിന് ലഭിച്ചത്. ഏത് റോഡുകളെയും അനായാസമായി കൈകാര്യം ചെയ്യാൻ റോഡുകൾക്കനുസരിച്ചിട്ട് വാഹനം പെർഫോം ചെയ്യുന്നുണ്ട്. ഇനിഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഈ വാഹനത്തിൻ്റെ 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താൻ 10.5 സെക്കൻഡ് മാത്രമാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഉയർന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 188 കിലോമീറ്റർ പെർ അവറാണ്. ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി, സ്റ്റിയറിംഗ് കംഫർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്റ്റഡി ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് പാറ്റേണിലൂടെ നമുക്ക് വാഹനം കൊണ്ടുപോകാം. ഉയർന്ന സ്പീഡിലേക്ക് പോകുമ്പോൾ പോലും വാഹനം സ്റ്റേബിളാണ്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഒരു കംഫർട്ട് എലിമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും ഇതിൻ്റെ AC പാനൽ ആണെങ്കിലും പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സീറ്റിംഗ് കംഫർട്ട് എല്ലാം തന്നെയാണെങ്കിലും സൂപ്പർ തന്നെയാണ്. എത്ര ഉയർന്ന വേഗത്തിൽ പോയിട്ടും നമ്മൾ ബ്രേക്ക് ചെയ്ത് നോക്കി. ശരിക്കും ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് കേപ്പബിലിറ്റി വളരെ പ്രിസൈസ് ആണ്. അതേപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധമായ ലാഗിങ്ങോ ജെർക്കിങ്ങോ ഈ ഓട്ടോമാറ്റിക് പതിപ്പിൽ തോന്നുന്നില്ല. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള സ്കോഡ കൈലാക്കിൽ എനിക്ക് ഫീൽ ചെയ്ത മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേണിങ്ങിലൊക്കെയുള്ള ഒരു സ്മൂത്ത് ആൻഡ് കൺട്രോൾഡ് ആയിട്ടുള്ള വാഹനത്തിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിനകത്തേക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വന്നിട്ടുണ്ട്. ഗ്രാജുവൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺട്രോൾഡ് ഡ്രൈവിംഗ് ആണ് എല്ലാ സാഹചര്യത്തിലൂടെയും എനിക്ക് കിട്ടിയത്. പിന്നെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമുക്ക് വാഹനത്തിന് കൂടുതൽ പെർഫോമൻസ് വേണമെന്നോ ഓവർടേക്കിങ്ങിൽ കൂടുതൽ ഇത് വേണമെന്നൊക്കെ തോന്നുന്ന അവസരത്തിൽ ഇതിനകത്തേക്ക് പാഡിൽ ഷിഫ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ഉയർന്ന സ്പീഡ് ഞാൻ പറഞ്ഞു. നമ്മൾ വിജനമായ റോഡ് കിട്ടിയപ്പോൾ അതൊക്കെ തന്നെയും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ വാഹനം നന്നായിട്ട് എത്തുന്നുണ്ട്. ഒരു ടർബോ പെട്രോൾ എൻജിൻ 3 സിലിണ്ടർ എൻജിന് കഴിയുന്നത്ര
പെർഫോമൻസിൽ തന്നെയാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പ് വരുന്നത്. എന്തായാലും സ്കോഡ കൈലാക്കിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പ് എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ പുരുഷന്മാരും ഇഷ്ടപ്പെടും. സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടുപോകാം. ഇനി നമ്മൾ ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനം ഓടിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ MQB AO ഇൻ പ്ലാറ്റ്ഫോമിൽ എത്തുന്ന മൂന്നാമത്തെ ഹൈലി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വാഹനമാണ് സ്കോഡ കൈലാക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കുഷാക്കിൻ്റെയും സ്ലാവിയയുടെയും ഒക്കെ ആ ഒരു ലെഗസി പിന്തുടർന്ന് ഗ്ലോബൽ എൻക്യാപ്പിൽ അവർ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഭാരത് എൻക്യാപ്പിലെ ആ ഒരു റേറ്റിംഗ് പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും ഉയർന്ന സ്കോർ ചൈൽഡ് സേഫ്റ്റിക്കും അതുപോലെ തന്നെ അഡൽട്ട് ഒക്കുപ്പൻസിനും നേടിയിരിക്കുകയാണ് സ്കോഡ കൈലാക്. 25ലധികം സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഉള്ളത്. ഇതിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും 4 വേരിയൻറ്റുകളിൽ, അതായത് ബേസ് വേരിയൻറ്റ് മുതൽ ടോപ്പ് വേരിയൻറ്റിൽ വരെയും സ്റ്റാൻഡേർഡായിട്ട് ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിരിക്കുന്നു. 6 എയർ ബാഗുകൾ, ട്രാക്ഷൻ കൺട്രോൾ, സ്റ്റെബിലിറ്റി കൺട്രോൾ, ആൻറ്റി ലോക്ക് ബ്രേക്സ്, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ, ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ്, റോൾ ഓവർ പ്രൊട്ടക്ഷൻ, മോട്ടോർ സ്ലിപ്പ് റെഗുലേഷൻ, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക്, പാസഞ്ചർ എയർ ബാഗ് ഡീആക്ടിവേഷൻ, മൾട്ടി കൊളിഷൻ ബ്രേക്കിംഗ്, അതുപോലെ തന്നെ ഐസോഫിക്സ് സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഇതിനകത്തേക്കുണ്ട്. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റും ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നു. മറ്റൊന്ന് പറയാനുള്ളത് വാഹനങ്ങളുടെ ടെസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. 2 വർഷമായിട്ട് സ്കോഡ കൈലാക്കിൻ്റെ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ടു ദി മൂൺ ആൻഡ് ബാക്ക് എന്നാണ്. 8 ലക്ഷം കിലോമീറ്റർ പരീക്ഷണ ഓട്ടം നടത്തിയിരിക്കുകയാണ് സ്കോഡ കൈലാക്. -10 ഡിഗ്രി മുതൽ 85 ഡിഗ്രിയിൽ അധികം വരെ ഉള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ പല ഭൂപ്രകൃതികളിലൂടെ ഓടിച്ച് പെർഫോമൻസിൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് സ്കോഡ കൈലാക്. ഇത്രയധികം പരീക്ഷണങ്ങളിലൂടെയും ഈ വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസിന്, ഇതിപ്പോൾ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും വാഹനം ലഭ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 2 തരം വാഹനങ്ങളുടെയും പെർഫോമൻസ് അവർ ഇത് ചെയ്തു. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം, തുടർച്ചയായിട്ട് മഴയോ വെയിലോ ഏറ്റാൽ ഇതിൻ്റെ ഒരു പെയിൻറ്റിന് മങ്ങൽ ഏൽക്കും. അത് നമ്മൾ തീർച്ചയായിട്ടും പറയുന്ന കാര്യമാണ്. 100ഓളം സാമ്പിളുകൾ സ്കോഡ കൈലാക്കിൻ്റെ എടുത്തിട്ട് തുടർച്ചയായിട്ട് ശരിക്കും ജലം ഈ ഒരു വാഹനത്തിലേക്ക് വീഴ്ത്തിയിട്ടും ഇതിൻ്റെ പെയിൻറ്റിന് യാതൊരു മങ്ങലും ഏറ്റിട്ടില്ല. അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള വാട്ടർ ഇൻഗ്രസ്, അതായത് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഈർപ്പമോ അല്ലെങ്കിൽ ജലമോ കടന്നിട്ടില്ല എന്നുകൂടി നിർമ്മാതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഭാരത് മൊബിലിറ്റി എക്സ്പോ 2025 സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ ആ ഒരു പവലിയനിൽ നമ്മൾ എല്ലാ വാഹനങ്ങളുടെയും നീണ്ട നിര കണ്ടു. അതിനൊപ്പം തന്നെ ഭാരത് എൻക്യാപ്പിൽ ഏറ്റവും അധികം 5 സ്റ്റാർ കിട്ടിയ വാഹനത്തിൻ്റെ സ്ട്രക്ചറൽ ബോഡി അല്ലെങ്കിൽ വാഹനത്തിൻ്റെ കൈലാക്കിൻ്റെ സ്ട്രക്ചർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ്ഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ എത്രത്തോളം ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിൻ്റെ സൈഡ് പോളിലാണെങ്കിലും അതുപോലെ തന്നെ മുന്നിലാണെങ്കിലും നീ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഒക്കെ തന്നെയും അഡ്വാൻസ്ഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റി. അത് കണ്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷം തോന്നിയ ഒരു കാര്യം, സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു സ്കോഡ ഓട്ടോ ഇന്ത്യ എന്നുള്ളതാണ്. സ്കോഡ കൈലാക്കിനെ നമുക്ക് സുരക്ഷയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം എന്ന് ആ വാഹനത്തിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടപ്പോൾ തീർച്ചയായിട്ടും തോന്നി. സ്കോഡ കൈലാക് വെഹിക്കിൾ ഷേക്കർ ടെസ്റ്റ് എന്ന ഒരു പരീക്ഷണത്തിലൂടെയും കടന്നുപോയി. അതായത് പല റോഡ് സർഫസിലൂടെ വാഹനം ഓടുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ആംബിയൻസിലേക്ക് എത്രത്തോളം റോഡിലെ ചലനങ്ങളും അല്ലെങ്കിൽ ടയറിൻ്റെ ശബ്ദങ്ങളും ഒക്കെ കടക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ടെസ്റ്റും അവർ വിജയിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ വാഹനം നമ്മളിപ്പോൾ രാവിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനം ഓടിച്ചു, ഇപ്പോൾ മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനവും ഓടിച്ചു. ഇതിൻ്റെ ഇൻറ്റീരിയർ ആംബിയൻസിലെ NVH ലെവൽസ് എന്ന് പറഞ്ഞാൽ മികച്ചത് തന്നെയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, തുടർച്ചയായി വെയിലും മഴയും ഏറ്റാൽ ഏതൊരു വാഹനത്തിൻ്റെ പെയിൻറ്റ് മങ്ങും, അല്ലെങ്കിൽ അതിനകത്ത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പൊളിമെറിക് സബ്സ്റ്റൻസിന് ചില മങ്ങലുകൾ ഏൽക്കും എന്ന് നമുക്കറിയാം. സ്കോഡ കൈലാക് തുടർച്ചയായി 2 വർഷം പല വെതർ കണ്ടീഷൻസിൽ എക്സ്പോസ്ഡ് ആയിട്ട് അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിനോ ഇതിലുള്ള പൊളിമെറിക് സബ്സ്റ്റൻസിനോ യാതൊരു വിധമായിട്ടുള്ള മങ്ങൽ ഏറ്റിട്ടില്ല എന്ന് അവർ
സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കെല്ലാം അറിയാം സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ വാഹനങ്ങൾ എപ്പോൾ കണ്ടാലും അതിൻ്റെ ഒരു പുതുമ, പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ തന്നെ അതേപോലെ നിൽക്കുന്നു. പഴമ ഒരിക്കലും തോന്നാത്ത ഒരു വാഹനമാണ് ഈ യൂറോപ്യൻ ടെക്നോളജിയിൽ ഇവിടെ എത്തുന്ന സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ വാഹനങ്ങളെല്ലാം തന്നെ 7 കളറുകളിലാണ് വാഹനം ഇപ്പോൾ ലഭ്യമാകുന്നത്. ഒലീവ് ഗോൾഡ് എന്ന് പറഞ്ഞ അവരുടെ കമ്മ്യൂണിക്കേഷൻ കളർ, ശരിക്കും ഒലീവ് ഗോൾഡ് എന്നാണ് അതിൻ്റെ പേരെങ്കിലും പുതുമഴയ്ക്ക് ശേഷമുള്ള ഇലകളുടെ പച്ച നിറം എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. പ്രകൃതിയോട് അത്രയധികം സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ആ കളർ അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒലീവ് ഗോൾഡ് എന്ന് പറയുന്നുവെങ്കിലും ഇളം പച്ച നിറമാണ് അതിൻ്റെത്. അതോടൊപ്പം ഉള്ള ഇതിൻ്റെ ശരിക്കും മാനുവൽ ട്രാൻസ്മിഷനുള്ള നമ്മളോടൊപ്പം ഉള്ള വാഹനത്തിൻ്റെ ഈ ഒരു നിറം ടൊർണാഡോ റെഡാണ്. സ്കോഡ സ്ലാവിയയ്ക്കും ഒക്കെ തന്നെ ഈ നിറമുണ്ട്. സ്കോഡ ഓട്ടോയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കളറാണ് ടൊർണാഡോ റെഡ്. സ്കോഡ കൈലാക്കിൻ്റെ ഉയർന്ന വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ആംബിയൻസ് ആണ് നിങ്ങളീ കാണുന്നത്, അതായത് പ്രസ്റ്റീജ് പ്ലസ്. അപ്പം ഈ വാഹനത്തിൽ ശരിക്കും സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്തു, 8 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും സീറ്റ്, അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റുകൾ, ഇതൊക്കെ സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണ്. അതേപോലെ മറ്റൊന്നെന്ന് പറയാനുള്ളത് ഇതിനകത്തേക്ക് ഇലക്ട്രിക് സൺറൂഫ് വന്നിട്ടുണ്ട്, വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കീലെസ് എൻട്രി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം വന്നിട്ടുണ്ട്. ഈ വാഹനത്തിന് മൊത്തത്തിലുള്ള ഇൻറ്റീരിയർ ആംബിയൻസ് എന്ന് വെച്ചാൽ ബ്ലാക്കിലും ഗ്രേയിലുമാണ്. അപ്പർ പോർഷൻ ഗ്രേയിലേക്കാണ് വന്നിരിക്കുന്നത്, ലോവർ പോർഷൻ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. സീറ്റുകളുടെ ഒരു അപ്പോൾസ്ട്രിയുടെ കാര്യമാണെങ്കിലും അതിൻ്റെ ഒരു സ്റ്റിച്ചിൻ്റെ കാര്യമാണെങ്കിലും പെർഫെക്റ്റ് എന്ന് തന്നെ പറയാം. നല്ല സീറ്റിംഗ് കംഫർട്ട് നൽകുന്നുണ്ട്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്തേക്ക് ക്രോമിൻ്റെ എലിമെൻറ്റ് വന്നിട്ടുണ്ട്. സ്കോഡയുടെ ആ മനോഹരമായിട്ടുള്ള ലോഗോ ഇവിടെയായിട്ട് കാണാം. ഡോർ പാനൽസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇന്നർ ഹാൻഡിൽ ക്രോമിലേക്ക് വന്നിരിക്കുന്നു. അത്യാവശ്യം ഇവിടെ എല്ലാം യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 8 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. കോ ഡ്രൈവറുടെ സ്ഥലത്തായിട്ട് അവർ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനം. ഇതിൻ്റെ നിർമ്മാതാക്കൾ പറയുന്ന ഇന്ധനക്ഷമത എന്ന് പറഞ്ഞാൽ 19.68 കിലോമീറ്ററാണ്. നമുക്ക് ഇന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ ഫ്യൂൽ എഫിഷ്യൻസിയൊക്കെയാണ് രാവിലത്തെ ഈ ഒരു ഡ്രൈവിങ്ങിൽ നമുക്ക് ലഭിച്ചത്. ഇതിൻ്റെ ഉയർന്ന വേരിയൻറ്റുകളിലേക്ക് വരുന്നത് 25.6 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. വളരെ റെസ്പോൺസീവായിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയൊക്കെ തന്നെ വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. ശരിക്കും ഇതിനകത്തേക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം തന്നെ വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 20.32 സെൻറ്റിമീറ്റർ വലിപ്പത്തിലാണ് ഉള്ളത്. ഈ വിർച്വൽ കോക്പിറ്റും നമുക്ക് അത്യാവശ്യം ഡ്രൈവർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും അതിനകത്തേക്കും നമുക്ക് കിട്ടുന്നുണ്ട്. IRVM അല്ലെങ്കിൽ ഇൻസൈഡ് റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റബിൾ ആണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഡിസൈനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ സ്കോഡ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. ഇവിടെ കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് ഇതിനകത്തെ ഉയർന്ന വേരിയൻറ്റുകളിലേക്ക് വരുന്നത്. ഇവിടെയും ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരു ഗിയർ നോബാണ്, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ നോബാണ് ഇവിടെ കാണുന്നത്. ബോട്ടിൽ ഹോൾഡിംഗ് ഗ്രിപ്പോട് കൂടിയിട്ടുള്ള കപ്പ് ഹോൾഡർ സ്പേസ് ആണ് ഇവിടെയായിട്ട് കാണുന്നത്. ഇവിടെയായിട്ടും ഒരു സ്പേസ് ഉണ്ട്, അത്യാവശ്യം ഡീപ്പാണ്. അപ്പം ഹാൻഡ് റെസ്റ്റ് ആയിട്ടൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊന്ന്, സ്കോഡ വാഹനങ്ങളിലെല്ലാം തന്നെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. സിംപ്ലി ക്ലവർ ഐഡിയാസ്, എങ്ങനെ ഇൻറ്റീരിയർ സ്പേസിനെ ബ്രില്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്ന് ഉള്ള കുറേ കാര്യങ്ങൾ അവർ കാണിച്ചു തരുന്നു. ഇവിടെയായിട്ട് ഒരു ടിക്കറ്റ് ഹോൾഡർ, ഡ്രൈവറുടെ ആവശ്യാനുസരണം അയാൾക്ക് അത്യാവശ്യമുള്ള ബില്ലുകളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്യാം എന്നുള്ള ഒരു വലിയ കാര്യം തന്നെ കൊടുത്തിരിക്കുന്നു. ഉയർന്ന വേരിയൻ്റായ പ്രസ്റ്റീജ് പ്ലസിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ വില 13,35,000 ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ രാവിലെ ഓടിച്ച വാഹനത്തിന് 14,40,000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞാൽ, ഞാൻ എപ്പോഴും മാനുവൽ വാഹനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആധുനിക കാലത്ത് ഇറങ്ങുന്ന മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനങ്ങളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് കംഫർട്ട് എല്ലായ്പ്പോഴും ഓട്ടോമാറ്റിക് വാഹനങ്ങളോട് കിടപിടിക്കുന്നതാണ്. ശരിക്കും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള ഈ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്താണ്. യാതൊരുവിധമായ ലാഗിങ് ഇല്ല, ജെർക്കിംഗ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. എനിക്ക് വളരെ കംഫർട്ടബിളായിട്ടാണ് തോന്നിയത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് റോഡുകളിലൂടെയും കൊണ്ടുപോകാം. എന്നാൽ അപ്ഹിൽ മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ കുറച്ച് നല്ല കുന്ന് കയറുന്ന സമയത്ത് വാഹനം സ്വല്പം മടി കാണിച്ചു എന്ന് തീർച്ചയായിട്ടും പറയുന്നത് മാനുവൽ വാഹനങ്ങളെല്ലാം തന്നെയും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ AC ഒക്കെ ഓഫ് ചെയ്തിട്ട് ശരിക്കും താഴ്ന്ന ഗിയറിൽ ഇട്ടിട്ട് തന്നെയാണ് വാഹനം മുന്നോട്ടെടുത്തത്. ബാക്കി എല്ലാ കാര്യത്തിലും വാഹനം മികച്ച ഒരു പെർഫോമർ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻനിര വിശേഷങ്ങൾ. എന്തായാലും സ്കോഡ കൈലാക്ക് ഈ ഒരു വില ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു അഗ്രസീവ് പ്രൈസിംഗ് ആണ്. യൂറോപ്യൻ ടെക്നോളജിയിൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള, പൂർണ്ണമായിട്ടും ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു വാഹനം ഈ ഒരു
വിലയ്ക്ക് ഇത്രയധികം സൗകര്യങ്ങളോട് കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇംപ്രസീവാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. എന്തായാലും രണ്ടാം നിര വിശേഷങ്ങളിലേക്ക് പോകാം. കൈലാക്കിൻ്റെ രണ്ടാം നിരയാണ് ഈ കാണുന്നത്. സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ഒക്കെയാണ് വാഹന നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. 466 ലിറ്റർ ബൂട്ട് സ്പേസ്. അതുകൊണ്ട് തന്നെ വലിയ നീളമുള്ളവർക്ക് ലെഗ് റൂം അല്പം കുറവാണോ എന്ന് തോന്നും. ശരിക്കും ഇവിടെ സീറ്റുകളുടെ പിന്നിലായിട്ട് ഫോണൊക്കെ പ്ലേസ് ചെയ്യാൻ വളരെ സിംപ്ലി ക്ലെവർ ഐഡിയാസ് ഞാൻ എല്ലായ്പ്പോഴും പറയും. സ്കോഡ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫോണിനായിട്ട് തന്നെ ഒരു സ്പെഷ്യൽ പൗച്ച് കൊടുത്തിട്ടുണ്ട്. വലിയൊരു പൗച്ചുണ്ട്. 2 സീറ്റുകളുടെ ബാക്കിലായിട്ടുമുണ്ട്. അഡ്ജസ്റ്റബിൾ AC വെൻറ്റുകളാണ്. ഇവിടെ ചാർജിങ് സോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. 3ഉം സ്ലൈഡിംഗ് ആണ്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡറായിട്ടും ഹാൻഡ് റെസ്റ്റായിട്ടും ഒക്കെ കൊടുക്കാം. ഇവിടെ എല്ലാം തന്നെ ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്, റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, നല്ല ഹെഡ് റൂം ഉണ്ട്. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്, ഐസോഫിക്സ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഡോർ പാനൽസിലൊക്കെ എല്ലാം ഇഷ്ടം പോലെ യൂട്ടിലിറ്റി സ്പേസസും ഉണ്ട്. എല്ലാ അർത്ഥത്തിലും സ്കോഡ കൈലാക്കിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോകും. ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു കാര്യവുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ വാഹനം വർത്താണെന്ന് തീർച്ചയായിട്ടും പറയുന്നു. സ്കോഡ കൈലാക്കിൻ്റെ ഗ്ലോബൽ ഡൈനാമിക് പ്രീമിയറിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും മാനുവൽ ട്രാൻസ്മിഷനിലുമുള്ള 2 വാഹനങ്ങളും ഓടിച്ചു. വളരെ ഇംപ്രസീവായിട്ടുള്ള ഫീഡ്ബാക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതെല്ലാം വീഡിയോയിൽ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള സബ് 4 മീറ്റർ SUV-ക്കൊപ്പമുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.